ഞങ്ങൾ ഈ ഓണം കുറച്ചുകൂടെ കളറാക്കാൻ നേരെ പോയത് ആശ്രാമത്താട്ടോ. എൻ്റെ പൊന്നി ഉടുക്കത്തെ ജനമായിരുന്നു. എല്ലാവരും ആശ്രാമത്തോട്ടാട്ടോ വന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ നേരെ കുറച്ച് സന്ധ്യയായിട്ടാണ് കയറാമെന്ന് വിചാരിച്ച് ഈ ലൈറ്റിൻ്റെ ഭംഗി കാണാനാട്ടോ. ഇതുവരെ ആശ്രമത്ത് വന്നിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാട്ടർഫോൾ സംഭവമായിരുന്നു കേട്ടോ. കുറേ നേരം നമുക്ക് നിൽക്കാനും കളിക്കാനും ഒക്കെ ഭയങ്കരമായിട്ടും പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറേ നേരം വെള്ളം നീ കുറച്ച് നേരത്തേക്ക് കുറച്ചൊരു സെക്കൻഡ്സിലേക്ക് വെള്ളം കാണില്ല. പിന്നെ അപ്പുറത്തെ സൈഡ് വരും. ഞങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാനാണെങ്കിൽ സാരി ഉടുത്തിട്ടാണ് പോയി. എന്നാലും ഞാൻ വലിഞ്ഞ് കയറി മാക്സിമം നനഞ്ഞ് എൻജോയ് ചെയ്ത്. പിന്നെ അതിൻ്റെ സൈഡിൽ DJ നടക്കുന്നൊരു വൈബ് ആൾക്കാരായിരുന്നു. എന്നുവെച്ചാൽ ഭയങ്കര കളർഫുള്ളായിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് കുറേ നേരം നല്ലോണം എൻജോയ് ചെയ്ത്. ഈ ആൾക്കാർ കയറുന്നില്ല അത് ഇറങ്ങുന്നില്ല എന്നുള്ളതിൻ്റെ ട്വിസ്റ്റ് എനിക്ക് മനസ്സിലായി. ഈ DJയിൽ വാട്ടർഫോളിൽ എങ്ങനെ ഇറങ്ങും? അതിനകത്ത് ഇന്ന് എന്നെ വൈബ് പിടിക്കുക. പിന്നെ കുറച്ചും കൂടെ പോകുമ്പോൾ നമ്മുടെ ആസ് യൂഷ്വൽ സാധാരണ ഫെസ്റ്റിൽ വരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. പാമ്പോട്ടുള്ള ഫോട്ടോഷൂട്ട്. പിന്നെ ഈ ഒരു സംഭവം ഈ ഒരു പൂവൊന്നും മുന്നേ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. അപ്പോൾ എനിക്ക് ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഇതിനിടയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ കുഞ്ഞു കുട്ടികളൊക്കെ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ അപ്പോൾ അതിനും കൂടുതൽ തിരക്ക് നമ്മുടെ മെർമെയ്ഡിൻ്റെ അടുത്തായിരുന്നു ഗൈസ്. പിന്നല്ലേ നമുക്ക് കാര്യം മനസ്സിലായി ഇവിടെ മെർമെയ്ഡ് ഉള്ളതുകൊണ്ടാണ് ഇത്ര തിരക്കെന്ന്. ആസ് യൂഷ്വൽ അവർ കിട്ടിലുമായിരുന്നു. എന്തൊരു ഭംഗിയാണ് അവർ ചെയ്യുന്നത് കാണാൻ. അങ്ങനെ അതും കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. പിന്നെ അടുത്ത് ഒരു മീൻസ് എന്താ ഒരു കപ്പൽ സെറ്റപ്പൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ സ്റ്റോളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു. നിങ്ങൾ ഓണം എൻജോയ് ചെയ്തോ ഗൈസ്? ബൈ.